ഹായ് പ്യാരെ വെച്ചോ സാറാണ്. എല്ലാ മക്കളും പരീക്ഷയ്ക്ക് വേണ്ടി അടിപൊളിയായിട്ട് തയ്യാറായി കഴിഞ്ഞു. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യവുമായിട്ടാണ് നസാർ എത്തിയിട്ടുള്ളത്. യെസ്, നോക്കൂ മക്കളെ, നമ്മുടെ ഭാഷയുടെ ഒരു പാഠം ഉണ്ടായിരുന്നില്ല, വളരെ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചൊരു പാഠഭാഗം ഉണ്ടായിരുന്നു. അതുമായി കണക്ട് ചെയ്ത ഒരു ചോദ്യമാണിത്. സബ് ബോലിയോം സെ അച്ചി ഉറുദു സബാൻ ഹമാരി ബോലി യഹി ഹേ അബ് യേ ഹിന്ദുസ്ഥാൻ ഹമാരി, അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ സബാൻ, നമ്മുടെ ഭാഷയെ കുറിച്ചിട്ടാണ്, ഉറുദു ഭാഷയെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ വരികൾ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം നോക്കാം. ഉറുദു സബാൻ ഹിന്ദുസ്ഥാൻ മേ പൈദാ ഹുയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉറുദു ഭാഷ എന്ത് ചെയ്തു, ഇന്ത്യയിൽ പൈദാ ഹുയി, ഉറുദു ഭാഷ ഇന്ത്യയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജനിച്ചു. അപ്പോൾ ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ് എന്നുള്ളത് എല്ലാവർക്കും സെറ്റായല്ലോ, മനസ്സിലായല്ലോ. എന്നാൽ നോക്കേ, ഹമാരെ ദേശ് കി ഓർ 4 സബാനോ കെ നാം ലിഖിയെ, നമ്മുടെ ദേശത്തെ ഓർ 4 സബാനോ, 4 ഭാഷയുടെ പേര് ഇതാണ്. അതായത് ഉറുദു പോലെയുള്ള നമ്മളുടെ രാജ്യത്ത് സംസാരിക്കുന്ന ഭാഷയുടെ പേര്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. നമ്മൾ കേരളത്തിൽ സംസാരിക്കുന്ന ഭാഷ മലയാളം, പിന്നെ തമിഴ്നാട്ടിൽ തമിഴ്, പിന്നെ അതേപോലെ ബംഗാളി ഓർ മറാഠി. ഹമാര ദേശ് കി 4 സബാനയുമായി, അല്ലെ? 4 ഭാഷ ചോദിച്ചുകൊണ്ട് ഈ 4 ഭാഷ സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. ഇനി ഹിന്ദി എഴുതാൻ പറ്റും, അല്ലേ? ആസാമി എഴുതാൻ പറ്റും. അങ്ങനെ കുറേ ഭാഷകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ഇതിൽ തന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കി, ഉറുദു സംഗീത് ഓർ ഫിലിം കി സബാൻ ഹേ, ഉറുദു സംഗീതത്തിൻ്റെയും സിനിമയുടെയും എന്താകുന്നു, സബാനാകുന്നു, ഭാഷയാകുന്നു. അപ്പോൾ നമുക്കറിയാം ഉറുദുവിലുള്ള ഒരുപാട് സിനിമകളൊക്കെ ഇന്ന് ഫേമസ് ആണ്, അല്ലേ? പിന്നെ ഒരുപാട് ഗായകരും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഉറുദു ഭാഷ പഠിച്ചിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടതാണ്. അപ്പോൾ നമുക്കറിയാം, ആപ്കെ ഉറുദു കെ ബാരെ മേ ക്യാ ജാൻതേ ഹൈ, ആപ് ഉറുദു കെ ബാരെ മേ, താങ്കൾക്ക് ഉറുദുവിനെ കുറിച്ച് എന്തറിയാം, നോട്ട് ലിഖിയെ, നോട്ട് തയ്യാറാക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ ബി ചോദ്യമായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായിട്ട് മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ എഴുതാം. എന്താണ് എഴുതുന്നത്, ഉറുദു ഏക് ഹിന്ദുസ്ഥാനി സബാൻ ഹേ, ഉറുദു ഒരു ഇന്ത്യൻ ഭാഷയാണ്. ഹിന്ദുസ്ഥാനി സബാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭാഷയാണ്, അല്ലേ? ഇന്ത്യൻ ഭാഷയാകുന്നു. മാത്രമല്ല പിന്നെ പറയുന്നുണ്ട്, ഉറുദു ഷീരീൻ ഓർ ആസാൻ സബാൻ ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഉറുദു ഏക് ആസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്കറിയാം എന്താ ആസാൻ എന്ന് പറഞ്ഞാൽ. ആസാൻ എന്ന് പറഞ്ഞാൽ ലളിതമായിട്ടുള്ള എന്നാണ് അർത്ഥം, അല്ലേ? ആസാൻ, അല്ലേ? ലളിതം, ലളിതമായിട്ടുള്ള ഭാഷ, അല്ലേ? ലളിതമായ ഭാഷ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും, അല്ലേ? സബാൻ എന്ന് പറഞ്ഞാൽ ഭാഷയാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. പിന്നെ നോക്കിയേ, ഉറുദു ആജ്കൽ ഏക് ആലമി സബാൻ കി ഹൈസിയത്ത് പർ പഹുഞ്ചി ഹേ, ഉറുദു എന്ത് ചെയ്തിട്ടുണ്ട്, ആജ്കൽ ഈയിടെയായിട്ട്, അല്ലെങ്കിൽ ഇപ്പം മുതൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഏക് ആലമി സബാൻ, ഈയിടെയായിട്ട് ആലമി സബാൻ, ലോക ഭാഷയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാറിക്കഴിഞ്ഞിട്ടുണ്ട്, അല്ലേ? അപ്പോൾ ഉറുദു ഭാഷ ഇന്ന് കേവലം ഇന്ത്യയിൽ മാത്രമാണോ ഉറുദു ഭാഷ ഔദ്യോഗിക ഭാഷയായിട്ട് സംസാരിക്കുന്ന ഒരു രാജ്യമുണ്ട്, ഏതാണ്? പാകിസ്ഥാനാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇന്ന് ഉറുദു ഭാഷ സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ശ്രദ്ധേയമാണ്, അല്ലേ? പിന്നെ മാത്രമല്ല, ഉറുദു ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, ഉറുദു ഗസലോം, ഗസലുകളുടെയും ഗീതവും സംഗീതത്തിൻ്റെയും ഒക്കെ, ഔർ ഫിലിമോം, അതേപോലെ സിനിമയുടെയും ഒക്കെ സബാൻ ഹേ, ഭാഷയാകുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ലളിതമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ ഇനി ഇതല്ലാതെ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും, ഉറുദു ഹിന്ദുസ്ഥാൻ കി ദൂസരി സർക്കാരി സബാൻ ഹേ എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലേ? ഔദ്യോഗികമായിട്ടുള്ള, ഇന്ത്യയിലെ ഔദ്യോഗികമായിട്ടുള്ള രണ്ടാമത്തെ ഭാഷയാണ് പറയാൻ പറ്റും. ഒന്നാമത്തെ ഏതാണെന്ന് ചോദിച്ചാൽ ഹിന്ദി ഭാഷയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ ആലമി യൗമേ ഉറുദു, അപ്പോൾ നവംബർ 9 ആലമി യൗമേ ഉറുദു മനായ ജാത്താ ഹെ, അല്ലേ? പിന്നെ അതേപോലെ ഹിന്ദുസ്ഥാൻ മേ ഫെബ്രുവരി 15 കൗമി യൗമേ ഉറുദു മനായ ജാത്താ ഹെ എന്നുള്ള ഇത്തരത്തിലുള്ള പോയിന്റുകളൊക്കെ നമുക്ക് മാർക്കിനനുസരിച്ച് നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്തിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലൊക്കെ എഴുതാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയിൽ പ്രതീക്ഷിക്കാം. അത്തരത്തിൽ ഉറുദു ഭാഷയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചാൽ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് എഴുതാം. എല്ലാ മക്കളും എഴുതൂലേ? യെസ്. അഗല വീഡിയോ में सरफुर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.